പത്തനംതിട്ട ഭദ്രാസനാധിപൻ അഭിവന്ദ്യ സാമുവൽ മാർ ഐറേനിയൂസ് പിതാവിന്റെ ക്രിസ്തുമസ് സന്ദേശം. വളരെ മനോഹരമായി ഈ വചനങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയ താളത്തിൽ സംഗീതം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ മനോഹരമായി സ്വർഗീയ ദൂത് നമ്മിലേക്ക് പകർന്നു തന്നപ്പോൾ നമ്മളെ മനസ്സിൽ നിറഞ്ഞത് അന്ന് ആ പാതിരാത്രിയിൽ മാലാഖമാർ പകർന്നു കൊടുത്ത ആ ഒരു സംഗീതത്തിൻ്റെ താളാത്മകതയാണ്. നമ്മളിലൊക്കെ ഒരു താളമുണ്ട്. ആ താളത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തിനും ഒരു താളമുണ്ട്. ആ ജീവിതത്തിൻ്റെ താളത്തെ ചിട്ടപ്പെടുത്താൻ നമ്മുടെ ആന്തരികമായ ഈ സംഗീതത്തെ ഉണർത്താൻ പര്യാപ്തമാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിട്ടപ്പെടുത്തിയ താളത്തിൽ ഇവിടെ ഈ വലിയൊരു സമൂഹം യുവജനങ്ങൾ വളരെ ഡിസിപ്ലിൻഡായി അവരുടെ രൂപവും ഭാവവും മുഴുവനും ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് പകർന്നു കൊടുത്ത് ഇവിടെ ഈ മണിക്കൂർ ചിലവഴിക്കുന്നത് കണ്ടപ്പോൾ മനോഹരമായി ഒന്നു ചേർന്ന് ഒരു സ്വരവും വ്യത്യസ്തമാകാതെ വണ്ണം അത് ഒന്നു ചേർന്ന് വലിയ ഒരു സ്വർഗീയ പ്രവാഹമായി നമ്മിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ എത്ര മനോഹരമായി വളരെ ഹൃദ്യമായി നിങ്ങൾക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിന് ഒന്നാമതായി സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. മർത്തോമാ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുവജനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുകയും സഭാ കാര്യങ്ങളിൽ ഇത്രമാത്രം താല്പര്യമെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. പലപ്പോഴും ഞങ്ങളെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒന്ന് ഈ സഭാ ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ നിന്നും യുവജനങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളതാണ്. അവർ പലതും വിസ്മരിച്ച് ജീവിക്കാനിടയായിത്തീരുന്നു എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തെ മുൻനിർത്തി എൻ്റെ സഭയോട് ചേർന്ന് നിന്ന് ഈ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മുടെ പിൻതലമുറക്കാരായ യുവജനങ്ങൾ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം ഒന്നാമതായി ഞാൻ വിചാരിക്കുന്നത് അത് കുടുംബത്തിനുള്ള സന്ദേശം തന്നെയാണ്. യേശുക്രിസ്തു പുൽക്കൂട്ടിൽ പിറന്നു എന്ന് പറഞ്ഞാൽ ആ പിറവി പൂർണ്ണമാകുന്നില്ല. അവിടെ എത്തിയവരെല്ലാം കണ്ടത് ഒരു ശിശുവിനെ മാത്രമല്ല, മറിച്ച് മറിയത്തോടും യൗസേപ്പിനോടും ഒപ്പം ശിശുവിനെ കണ്ട് വണങ്ങി. അപ്പോൾ അവിടെ പിറക്കുന്നത് ഒരു കുടുംബമാണ്. യഥാർത്ഥത്തിൽ ആ പിതാവിൻ്റെ മക്കൾ, അപ്പോൾ ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു കുടുംബമാണ്. ഈ ഭൂമി ഒരു തറവാടാണ്. ആ ഒരു ബോധ്യത്തിലേക്കാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം കടന്നു വരേണ്ടത്. അപ്പോൾ ഇവിടെ മറിയം അല്ലെങ്കിൽ യൗസേപ്പ് എങ്ങനെ ഈ രക്ഷകനെ സ്വീകരിക്കാൻ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ യുവജനങ്ങളാണ്. അവരുടെ യുവത്വം അതിനു വേണ്ടി കാഴ്ചവെച്ചു. അവരുടെ സ്വപ്നങ്ങൾ കാഴ്ചവെച്ചു. അവരുടെ സ്വപ്നങ്ങൾ മിന്നിമറയുന്ന സ്വപ്നങ്ങൾക്കിടയിൽ സ്വർഗത്തിൻ്റെ സ്വപ്നം തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ ആരവങ്ങളിൽ അവർ ഒഴുകിയില്ല. അതുകൊണ്ട് തന്നെ സ്വർഗീയ ദൂത് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. അവർക്ക് മാലാഖയെ തിരിച്ചറിയാൻ, ദൈവദൂതനെ തിരിച്ചറിയാൻ സാധിച്ചു. ദൈവദൂത് തിരിച്ചറിയാൻ സാധിച്ചു. ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള മിന്നിമറയുന്ന കാഴ്ചകൾ കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണുകളും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവദൂതനെ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കും. ഈ ലോകത്തിൻ്റെ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന പലതരത്തിലുള്ള ആരവങ്ങൾ, അത് നൽകുന്ന സന്ദേശങ്ങളും നമ്മെ ഗ്രസിക്കാനിടയായി തീരുമ്പോൾ സ്വർഗീയ ദൂത് സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചു എന്ന് വരില്ല.
അതുകൊണ്ട് ആ ഒരു കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് നാം എല്ലാവരും ഏർപ്പെടേണ്ടത് എന്നതാണ് ഒന്നാമതായി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി നമ്മുടെ യുവജനങ്ങളിൽ നാം പ്രത്യാശ അർപ്പിക്കുമ്പോൾ നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, മറിയവും യൗസേപ്പും യുവാവും യുവതിയുമായിരുന്നു എന്നുള്ള അവർ യാഥാർത്ഥ്യം. യൗസേപ്പിനെ പലപ്പോഴും ഒരു കിളവനായി നമ്മൾ അവതരിപ്പിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് മറിയവും യൗസേപ്പും മാത്രം അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഒന്നായിട്ടല്ല, മറിച്ച് ഒരു മുതിർന്ന തലമുറയുടെ പ്രതിനിധിയായി സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള രണ്ടുപേരാണ് സക്കറിയായും എലിശബായും. അവരുടെ ഒരു പങ്കാളിത്തം അവിടെ പങ്കാളിത്തമുണ്ട്. അതായത് ബേത്ലഹേമിലേക്കുള്ള യാത്ര, ആ വഴി ഏതുവഴിയാണ്? ആ ബേത്ലഹേമിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ എലിശബായുടെ സക്കറിയായുടെ ഭവനത്തിലൂടെയാണ് ആ വഴി കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എലിശബായുടെ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആളനക്കങ്ങളില്ല, ഒച്ചയില്ല. അവിടെ പ്രായം കവിഞ്ഞതിനു ശേഷം ഗർഭിണിയായ ഒരുവൾ 6-ാം മാസം ആ ക്ലേശങ്ങളുമായി കഴിയുമ്പോൾ ശുശ്രൂഷിക്കാൻ ആളില്ല. ഇവൾ ഗർഭിണിയാണെന്ന് പോലും ആരും വിശ്വസിക്കുന്നില്ല, ആർക്കും അറിയില്ല. ആ യാഥാർത്ഥ്യം അറിയാവുന്ന സക്കറിയ എന്ന തൻ്റെ ഭർത്താവ് ഊമനായി ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയുമാണ്. അപ്പോൾ അവിടെ മറ്റാരും വരാത്തവരിടത്ത് പലപ്പോഴും നാം നമ്മളുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവകാരന്റെ ശുശ്രൂഷകളൊക്കെ ആൾക്കൂട്ടങ്ങളുടത്തേക്ക് നാം ഓടിപ്പോയി അവിടെ ശുശ്രൂഷകൾ ചെയ്തു എന്ന് വരാം. ആരും വരാത്ത ഇടത്തേക്ക് മറിയം കടന്നു വരുന്നതാണ്. ആരും വരാത്ത ഇടത്തേക്ക് അവിടെ ആ സാന്നിധ്യം ആ കുടുംബാന്തരീക്ഷത്തെ വ്യത്യസ്തമാക്കി. മറിയം അവിടെ എത്തി അഭിവാദനം ചെയ്തു. ആ അഭിവാദനം അത് സമാധാനാശംസയാണ്. ആ അഭിവാദനം അവളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു, എലിശബായിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു. അപ്പോൾ നമ്മളുടെ വാക്കുകൾ എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ പിൻപിൽ ഒരു ജീവിതമുണ്ട്, നമ്മുടെ വ്യക്തിത്വമുണ്ട്. അതാണ് നമ്മുടെ ഒരു വാക്ക് എന്ന് പറയുന്നത്. ഞാൻ സമാധാനം ആശംസിക്കുമ്പോൾ സമാധാനം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുക, അത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ സമാധാനം ആശംസിച്ചപ്പോൾ സമാധാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവ് തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അപ്പോൾ എലിശബായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്? അഭിഷേകമുള്ളവർക്കാണ് അഭിഷേകത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അഭിഷേകമുള്ള രണ്ട് വ്യക്തികൾ, എലിശബ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ അഭിഷേകം പ്രാപിച്ചു. മറിയം ഇവിടെ അഭിഷിക്തയായി അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നവളാണ്. അവർ പരസ്പരം കണ്ടുമുട്ടി, പരസ്പരം ശക്തിപ്പെടുത്തി, വലിയൊരു പോസിറ്റീവ് എനർജി മറിയം എലിശബായിലേക്ക് പകർന്നു. എലിശബ മറിയത്തിലേക്കും ഈ പോസിറ്റീവ് എനർജി പകർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി മറിയം വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അത് ഈ ലോകത്തിന് മുഴുവനും ചരിത്രത്തിന് മുഴുവനും നൽകുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ്, സന്ദേശമാണ്. പരിശുദ്ധാത്മാവ് എലിശബായിലൂടെ പകർന്നു കൊടുത്ത ഒന്നാണ് അത്. തീർച്ചയായും അതുപോലെ തന്നെ മനസ്സിലാക്കി, അതുപോലെ തന്നെ പറഞ്ഞു, ഈ മറിയത്തിൻ്റെ ഭാഗ്യത്തിന് കാരണം എന്താണ്? മറിയത്തിൻ്റെ ഭാഗ്യത്തിന് കാരണം എന്താണ്? കർത്താവ് അരുളി ചെയ്തത് വിശ്വസിച്ചു എന്നുള്ളതാണ് ഭാഗ്യത്തിന് അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ഭാഗ്യങ്ങൾക്ക് അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇതാണ്, കർത്താവ് അരുളി ചെയ്തത് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ മറിയത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന പ്രത്യേകതയാണ്. അപ്പം മറിയം പരിശുദ്ധാത്മാവിനെ കൊണ്ടു നിറഞ്ഞു, മറിയം യേശുക്രിസ്തുവിനെ വഹിച്ചു. അവിടെ അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, നാം ഓരോരുത്തരും യേശുവിനെ മറ്റുള്ളവർക്ക് നൽകാനും ഇടയാകണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. മറിയത്തിൻ്റെ ഈ ഒരു ജീവിത ശൈലി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ശുശ്രൂഷയുടെ ഒരു മാർഗം സ്വീകരിക്കാൻ,
മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ, മറ്റു കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി മൂന്നാമതായി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ആ വാഗ്ദാനം നിറവേറിച്ച് നൂറ്റാണ്ടുകളുടെ രക്ഷകന്റെ പിറവിക്ക് വാഗ്ദാനം നൽകിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ അത് പ്രവചനങ്ങളിലൂടെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മിൽ നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ നാം മുന്നോട്ട് പോകുക. നമുക്ക് ഈ സന്തോഷവും സമാധാനവും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ സന്തോഷവും സമാധാനവും അനുഭവിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനുള്ള മാർഗം എന്താണ്? സർവ്വലോകത്തിനുമുള്ള സന്തോഷം. ആ സന്തോഷത്തിൻ്റെ കാരണം എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഇതാ ഈ ഏകജാതൻ ഭൂജാതനായിരിക്കുന്നു, രക്ഷകൻ ഭൂജാതനായിരിക്കുന്നു. അപ്പൊ നമ്മളുടെ സന്തോഷത്തിന് കാരണം രക്ഷകനായ യേശുക്രിസ്തുവിലാണ്. അപ്പോൾ നമ്മളുടെ സന്തോഷം നാം എവിടെ തേടുന്നു എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം നാം എവിടെ തേടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭക്ഷണത്തിലാവാം, ജഡിക സന്തോഷങ്ങളിലാവാം, പലതരത്തെ ആഘോഷങ്ങളിലാവാം. ഈ ലോകത്തിൽ പലതിലും നാം സന്തോഷം തേടാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാനുള്ള മാർഗം എന്നുള്ളത് നാം ഓർമ്മിക്കണം. മറിയവും യൗസേപ്പും ബേത്ലഹേമിലേക്കുള്ള ആ ഒരു യാത്രയിൽ പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നുപോയത്. മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകളുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാഭാവികമാണ്. നിരാശ തോന്നും, പ്രതിഷേധിക്കാൻ തോന്നും. ദൈവം കൈവിട്ടോ എന്ന് ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടു എന്ന് വരാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭവനങ്ങൾ പോലും നമുക്ക് പ്രവേശനം നിഷേധിക്കാൻ ഇടയായിത്തീരുമ്പോൾ അവരെന്തുകൊണ്ട്? അവരിൽ യേശുക്രിസ്തുവുണ്ട് എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന് ഇടം നൽകാൻ അവർ തയ്യാറായില്ല. അങ്ങനെ കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകൾ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയ്ക്കെതിരെയോ അത് സംവിധാനങ്ങൾക്കെതിരെയോ ഇതുപോലെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ പലതിനെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. യേശുക്രിസ്തുവിനുണ്ടായ അതേ അനുഭവങ്ങളാണ് നാം ഓരോരുത്തരും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, സഭയായി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പക്ഷെ അവിടെ നാം മടുക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അവകാശപ്പെട്ട ഇടങ്ങളിൽ സത്രം, ആ സത്രത്തിൽ വസിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ അന്ന് രാത്രിയിൽ ഈ ഗർഭിണിയായ ഈ ഭാര്യ ഉൾക്കൊള്ളുന്ന കുടുംബത്തിനായിരുന്നെങ്കിൽ ആ വാതിലും അവിടെ കൊട്ടിയടയ്ക്കപ്പെട്ടു, അവിടെ നിഷേധിക്കപ്പെട്ടു. പ്രതിഷേധിച്ചില്ല, മുദ്രാവാക്യം വിളിച്ചില്ല. എനിക്ക് മറ്റുള്ളവർ നമ്മുടെ വാതിലുകൾ അടച്ചു എന്ന് വരാം, മറ്റുള്ളവർ നമ്മെ പുറന്തള്ളി എന്ന് വരാം. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി വഴിയൊരുക്കിയിട്ടുണ്ട്. അതൊരു ഊടുവഴിയാവാം. ആ വഴി എത്തിച്ചേരുന്നത് രക്ഷകൻ പിറന്ന ഇടത്തായിരിക്കും എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അവിടെ എത്തിച്ചേരാത്ത വഴി യാത്രകൾ ഒക്കെ അത് അപകടകരമായി തീരും. ഈ ക്ലേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പുൽക്കൂട്ടിലെത്താൻ സാധിക്കുള്ളൂ. പുൽക്കൂട്ടിലെത്തിയാൽ നാം വ്യത്യസ്തരായിത്തീരും. അവിടെ നമ്മുടെ വലിയ ഇതുവരെ ആരുടെയും മുമ്പിൽ തുറക്കാത്ത നിക്ഷേപങ്ങൾ ഉണ്ടാവാം. നിക്ഷേപ പാത്രങ്ങളിൽ ആരും അറിയാത്ത നിക്ഷേപങ്ങൾ ഉണ്ടാവാം. നാം ഏറ്റവും വിലപ്പെട്ടതായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളെയും പൂർണ്ണ ഹൃദയത്തോടെ തുറന്ന് സമർപ്പിച്ച് അനുഗ്രഹീതരായി തീരാനുള്ള ആ ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ആ ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ യുവജന സഖ്യം നമുക്ക് നൽകുന്ന പുതിയ ഒരു എനർജിയുണ്ട്, ഒരു ശക്തിയുണ്ട്, നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ആ ഒരു പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഇവരുടെ യാത്ര ഒരുപക്ഷേ ഇനി പ്രായമായി നമ്മളൊക്കെ അനുഭവിച്ച നമുക്ക് ഒരുപക്ഷേ നമ്മൾ കടന്നുപോയ പാതകളിൽ നിന്നും
വ്യത്യസ്തമായ ക്ലേശകരമായ പാതകളിലൂടെ, വെല്ലുവിളികളിലൂടെ മക്കൾ കടന്നു പോകുമ്പോൾ അവർക്കാവശ്യമാകുന്ന സ്വർഗീയ സംരക്ഷണം ലഭിക്കാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാലാഖ സന്ദേശം നൽകി, പക്ഷേ സ്വർഗത്തിൻ്റെ സംഗീതം മാലാഖമാരുടെ ഗണമായിരുന്നു. അതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കാനും അതൊരനുഭവമാക്കി തീർക്കാനും ഇന്ന് ഈ മാലാഖമാരുടെ വലിയൊരു ഗണം ഇവിടെ നിറഞ്ഞ് ഇന്ന് ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ ദൂതായി നമ്മിലേക്ക് അവരുടെ ഈ താളാത്മകതയുടെ ഒഴുകിയെത്തുമ്പോൾ അത് ഈ അന്തരീക്ഷത്തെ ആകമാനം സ്വർഗോന്മുഖമാക്കി തീർക്കാനിടയായിത്തീരുന്നു. ഈ തിരുനാളിൻ്റെ ഈ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. ബർണ്ണബാസ് തിരുമേനി ഇവിടെ താമസം ആക്കുന്നതിന് മുമ്പ് അടൂർ വെച്ചായാലും തിരുവനന്തപുരത്ത് വെച്ചായാലും അവിടെ എപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഭവനമാണ്. ഇവിടെ ജനുവരി മാസം 1-ാം തീയതി എൻ്റെ സഹോദരൻ മരിച്ചതുകൊണ്ടാണ് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കാതിരുന്നത്. ഇവിടെ ഉദാശയ്ക്ക് എത്തിയിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം എൻ്റെ സ്വന്തം ഭവനമെന്ന വണ്ണം ഇവിടെ കടന്നു വരാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഈ ദൈവരാജ്യ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ